ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ മൺചട്ടി നമുക്ക് എങ്ങനെ മയക്കിയെടുക്കാം എന്നതാണ്. ഇതൊരുപാട് റിക്വസ്റ്റ് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണ ഞാൻ നാട്ടിൽ നിന്ന് മയക്കിയിട്ടാണ് കൊണ്ടുവരാറ്. ഇപ്പൊ നിങ്ങളെല്ലാരും റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് മയക്കാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിന്റെ അകത്തും പുറത്തൊക്കെ ഒന്ന് ലിക്വിഡ് ഒന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ ഇത് പത്തിരി ചട്ടിയാണ് കാണിക്കുന്നത്. ഓട്ടപ്പത്തിനും പത്തിരിയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാണിത്. എല്ലാ ചട്ടിയും ഇതേ രീതിയിലാണ് മയക്കിയെടുക്കുന്നത്. അപ്പൊ ചട്ടി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ്. നമുക്ക് ഈ ചട്ടി സ്റ്റൗവിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഈ പാത്രം നിറച്ച് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം അടുപ്പത്തിരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പൊ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം. ഇനി ഈ വെള്ളം ഒരു ദിവസം ഈ ചട്ടിയിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് നന്നായിട്ട് തണുത്തിട്ട് കട്ടിയായതിനു ശേഷം നമുക്കിതിനെ ഒഴിവാക്കിയിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് ഒരു പ്രാവശ്യം കൂടെ ചെയ്തെടുക്കണം. ഇതിപ്പോ ഞാൻ അതുപോലെ 2 പ്രാവശ്യം ചെയ്തെടുത്ത് വെച്ചതാണ്. ഇപ്പൊ കഞ്ഞിവെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ച് ഈ ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പൊ ചട്ടി ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവണം. നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി പാത്രം ഒന്ന് ചൂടാവാൻ തുടങ്ങിയാൽ നമുക്ക് തീ ഒന്ന് കുറച്ചു കൊടുക്കണം. ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പൊ വെള്ളമൊക്കെ വറ്റി പാത്രം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം.
എല്ലാ ഭാഗത്തും എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ അടുപ്പത്ത് ഇരുന്നിട്ട് തന്നെ നന്നായിട്ട് തണുക്കണം. ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പോ ഈ എണ്ണ മുഴുവൻ ചട്ടി അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എപ്പോഴാണോ ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാം. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് എല്ലാ മൺചട്ടിയും ഇതേ രീതിയിലാണ് മയക്കിയെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടുകൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.